ഹായ് നമസ്കാരം സ്വാഗതം ഏവർക്കും ഒരിക്കൽ കൂടി ഞാൻ സെൽവരാജ്. ദ ഷോ മസ്റ്റ് ഗോ ഓൺ. ഇത് ഒരുമാതിരിയുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് അല്ലേ? വേണമെങ്കിൽ അതിജീവനത്തിന്റെ ആപ്തവാക്യം എന്ന് നമുക്ക് മലയാളീകരിച്ച് പറയാൻ കഴിയുമെന്ന് തോന്നുന്നു ഈ ഒരു വാചകം. ദ ഷോ മസ്റ്റ് ഗോ ഓൺ, ചിലര് ദ ലൈഫ് മസ്റ്റ് ഗോ ഓൺ എന്ന് പറയാറുണ്ട്. എന്റർടൈൻമെന്റ് മേഖലയിൽ, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലൊക്കെയാണ് നേരത്തെ പല സമയങ്ങളിലായിട്ട് ഉപയോഗിച്ച് വന്നിരുന്ന ഒരു വാചകമാണ് ദ ഷോ മസ്റ്റ് ഗോ ഓൺ. ഈ നമ്മൾ പല സമയങ്ങളിലും പല പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് അല്ലേ? അങ്ങനെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നാടകവേദികളിൽ പലരും ഇങ്ങനെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന അഭിനയത്തിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില വാർത്തകൾ, അതായത് നമുക്ക് ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്തരമുള്ള വാർത്തകളൊക്കെ നമ്മുടെ അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാറുണ്ട്, കേൾക്കാറുണ്ട്. നമ്മളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടവർക്ക് സംഭവിച്ചിരിക്കുന്ന എന്തെങ്കിലും അത്യാഹിതങ്ങളെക്കുറിച്ച്. അതുപോലെ തന്നെ നമ്മൾ സിനിമയെ സർക്കസ് കൂടാരങ്ങളിലൊക്കെ പലപ്പോഴായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിനോടനുബന്ധിച്ച് ഒരു സിനിമ വരെയുണ്ട്, ജോക്കർ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അല്ലേ? ബഹദൂർ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം, ഒരു പ്രായമായ ഒരു ജോക്കറിന്റെ കഥാപാത്രം, നമ്മളെ കണ്ണീരണിയിപ്പിക്കുന്ന ഒരു കഥാപാത്രം. ഇത് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിന് ചുറ്റുവട്ടങ്ങളിൽ ധാരാളം കാര്യങ്ങൾ, ഇൻസിഡൻസ് ഇതുപോലെ ഉണ്ടാകാറുണ്ട് ഇല്ലേ? ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു പ്രമുഖനായ ഒരു ഒരു നല്ലൊരു ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ജീവിതം, അതായത് ജീവിതത്തോട് വിട പറയാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കണ്ണീരിൽ ആഴ്ത്തി. കുടുംബത്തിന് ആലംബമില്ലാത്തവർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഏതൊരു നഷ്ടവും നമുക്കൊരു നഷ്ടം തന്നെയാണ് അല്ലേ? സമൂഹം മറന്നു പോയാൽ തന്നെയും ആ ജീവിതവുമായിട്ട്, നഷ്ടപ്പെട്ട ആരുടെ ജീവിതമാണോ ആ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അത് കുറച്ച് കാലത്തേക്കെങ്കിലും ഒരു നഷ്ടമാണ്. പക്ഷെ അവരും അവിടെ എന്ത് ചെയ്യും? അതിജീവിക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അതിജീവനത്തിന്റെ ഒരു ആപ്തവാക്യം എന്ന് പറയാം, ദ ഷോ മസ്റ്റ് ഗോ ഓൺ. ആ ഒന്ന് നമുക്കില്ലെങ്കിൽ, ആ ഒരു പ്രതീക്ഷയില്ലെങ്കിൽ ജീവിതം അവിടെ അസ്തമിക്കുന്നു എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. സോ ഒരു പക്ഷേങ്കിൽ എനിക്ക് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ ഒരു വാചകം നമ്മുടെ മൊബൈൽ ഫോൺ, എപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളാണ് അല്ലേ? മൊബൈൽ ഫോൺ, അതുപോലെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഇതിൻ്റെ എല്ലാം ഹോം സ്ക്രീനിൽ നമുക്ക് എഴുതി ചേർക്കാവുന്ന ഒരു വാചകം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ദ ഷോ മസ്റ്റ് ഗോ ഓൺ. ഇത് നമ്മളോട് പ്രതിസന്ധികളിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളോട് പറയാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ, നമ്മുടെ തോളത്തൊന്ന് കൈയിട്ട് ഡോൺ വറി, ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് ഒന്ന് പറയാൻ കഴിയും. അല്ല, അതിന് തത്തുല്യമായ മറ്റ് പ്രാദേശിക ഭാഷകളിലോ എങ്ങനെയാണെങ്കിലും പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സാന്ത്വനം, ഇതൊരു സാന്ത്വനത്തിന്റെ വാചകമായിട്ട് കൂടി നമുക്ക് കണക്ക് കൂട്ടാം. നമ്മളോട് ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സ്വയം അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ പല പ്രതിസന്ധികളും തരണം ചെയ്യാൻ മനസാന്നിധ്യത്തോടുകൂടി, മനസമാധാനത്തോടുകൂടി തരണം, ഒരു പക്ഷെങ്കിൽ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കൊരു തീരുമാനത്തിലെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സാവധാനം ചിന്തിച്ചാൽ, ഏതാനും സമയം എടുത്ത് ചിന്തിച്ചാൽ നമുക്ക് ചിലപ്പോൾ അതിനനുകൂലമായിട്ടുള്ള ഒരു പരിഹാരം നമുക്ക് ലഭ്യമാകും ഇല്ലേ? തീർച്ചയല്ലേ? അങ്ങനെയുള്ള ഒരു വാചകമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ദ ഷോ മസ്റ്റ് ഗോ ഓൺ, അല്ലെങ്കിൽ ദ ലൈഫ് മസ്റ്റ് ഗോ ഓൺ. എല്ലാവർക്കും ഓർത്തിരിക്കാവുന്നതാണ്. എല്ലാവരും പലപ്പോഴായിട്ട് പല രീതിയിൽ ഉപയോഗിക്കുന്നതായിരിക്കും അല്ലെ? പ്രതിസന്ധികൾ വരുമ്പോൾ ഞാൻ തളരില്ല, തീർച്ചയായിട്ടും എൻ്റെ അതിജീവനം പല രീതിയിലും പലർക്കും ആവശ്യമാണ് എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഓരോരുത്തരും. ഞാൻ എന്തുകൊണ്ട് ഇപ്പോൾ ഇത് പറഞ്ഞു എന്നുള്ളതല്ലേ, ഈ കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിന്റെ സൺഡേ സപ്ലിമെന്റ് വാരാന്ത പതിപ്പിൽ വന്നിട്ടുള്ള ഒരു ഒരു സംവിധായകനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. ഒരു പേജ് നിറയെ ഒരു സംവിധായകനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വായിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കും ഇതിൽ എന്തെങ്കിലും ഒന്ന് പറയണം എന്നൊന്ന് തോന്നിയത്. അത് മറ്റാരുമല്ല, തമിഴിലെ ഏറ്റവും പ്രശസ്തനായ, ഇന്ന് പ്രശസ്തിയുടെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന മാരി സെൽവരാജ് എന്ന് പറയുന്ന സംവിധായകനെ കുറിച്ചാണ്. അദ്ദേഹത്തെ കുറിച്ച് അറിയാത്തവരായിട്ട് ഇന്ന് ആരുമില്ല ഇന്ത്യയിൽ. അതുപോലെ തന്നെ മറ്റ് ഭാഷകളിലും മറ്റ് സ്ഥലങ്ങളിലും പല അറിയാത്തവരായിട്ട് ഇന്നാരും ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന്റെ ചില സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സിനിമകളിൽ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ പരിയേരും പെരുമാൾ എന്ന് പറയുന്ന, മറ്റ് ഇത് ഇല്ലാത്ത, ഇതല്ലാതെ കണ്ടിട്ടുള്ളത് മാമന്നൻ എന്ന് പറയുന്ന സിനിമയാണ്. അതുപോലെ വാഴ എന്ന് പറയുന്ന സിനിമകളാണ്. ഈ സിനിമകളൊക്കെ എങ്ങനെ ഉണ്ടായി, ഈ സിനിമകളുടെ സംവിധാനത്തിലേക്ക് കഥ എവിടെ നിന്നുണ്ടായി എന്നറിയുമ്പോഴാണ് മാരി സെൽവരാജ് എന്ന് പറയുന്ന ആ ഒരു സംവിധായകന്റെ ജീവിത അനുഭവങ്ങൾ, അത് ഈ പറയുന്ന ഒരു അതിജീവനത്തിൻ്റെതാണ്. അദ്ദേഹം ഒരുപക്ഷെ അന്നേ കാലത്ത് പറഞ്ഞിരിക്കണം, അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ പറഞ്ഞിരിക്കണം, എന്തായാലും
എനിക്ക് അതിജീവനം ആവശ്യമാണ്. എൻ്റെ സ്വന്തം നാട്ടിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഞാനിവിടെ നിന്ന് രക്ഷപ്പെടണം. രക്ഷപ്പെട്ട് തീർച്ചയായിട്ടും എനിക്ക് മുന്നോട്ട് പോകണം. എനിക്ക് സമൂഹത്തെ കാണിച്ചു കൊടുക്കണം, ഞാൻ ഇന്നതാണ്, ഞാൻ ഇങ്ങനെ, എന്നെ ഇങ്ങനെ ഒതുക്കി വെക്കേണ്ടതല്ല, എന്നെ പിന്തള്ളേണ്ടതല്ല, അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തെ പിന്തള്ളേണ്ടതല്ല എന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം അദ്ദേഹം സ്വന്തം നാട്ടിൽ നിന്ന് പുളിയംകുളം എന്ന ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത്. അവിടെയാണ്, തമിഴ്നാട്ടിലെ. ഇവിടെ തീർച്ചയായിട്ടും ഒരു കണക്കിൽ പറഞ്ഞാൽ അടിമത്തം ഇന്ന് അത്രത്തോളം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏകദേശം കാലങ്ങൾക്ക് മുമ്പാണ്. ഇന്നും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു അനുഭവം അതൊരു തീച്ചൂളയായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ചെയ്യാത്ത ജോലികളില്ല എന്ന് പറയുന്നു. ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുന്ന അദ്ദേഹത്തെ പോലെയുള്ള മറ്റുള്ളവരുണ്ടെന്ന് പറയും. ഒരാൾ മാത്രമല്ലല്ലോ. ആ ഒരു സമൂഹത്തെ, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ, അതായത് മറ്റു വർഗങ്ങൾ സാമ്പത്തികമായിട്ട് മറ്റെല്ലാ രീതിയിലും ചൂഷണം ചെയ്തിട്ടുള്ള ഒരു ജനസമൂഹത്തിൽ നിന്ന് അതിജീവനം എന്ന ആ ഒരു ആ ഒരു രീതിയിലുള്ള അതിജീവനം എന്താണെന്ന്, അതിജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് തുടക്കത്തിൽ അറിയില്ലെങ്കിലും എങ്കിലും ഉള്ളിൽ അതിനൊരു എനർജി, ആ ഒരു ആർജവം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ്. അദ്ദേഹം ചെയ്യാത്ത തൊഴിലുകളില്ല. വായിച്ചറിഞ്ഞതും പത്രത്തിൽ വന്നതറിഞ്ഞിട്ടാണെങ്കിൽ ആദ്യം അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിൽപ്പെട്ടവരും ഒക്കെ സുഹൃത്തുക്കളായിട്ടുള്ള കൂട്ടുകാരുമൊക്കെ വാഴ തലച്ചുമടായിട്ട് എടുത്തുകൊണ്ട് വാഴക്കുലകൾ എടുത്തുകൊണ്ട് വരുന്ന ജോലിയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് നമ്മുടെ ഇത്തരം വലിയ വലിയ ട്രക്കുകളിലൊക്കെ വാഴക്കുലകളും അതുപോലെയുള്ള സാധനങ്ങളും ഒക്കെ ഇങ്ങനെ കയറ്റിക്കൊണ്ടുവരുമ്പോൾ ഈ ഒരു കഥ തീർച്ചയായിട്ടും ഓർക്കാതിരിക്കാൻ കഴിയില്ല. വാഴ എന്ന് പറയുന്ന സിനിമ, ആ സിനിമ അദ്ദേഹത്തിൻ്റെ ജീവിത കഥയാണ്. അതിൻ്റെ തീം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളാണ്. അതുപോലെ മാമന്നൻ എന്ന് പറയുന്നത് സിനിമയും അതുപോലെ ഒരു ജീവിത അനുഭവമാണ്, അതിൽ നിന്ന് അടർത്തിയെടുത്തിരിക്കുന്നതാണ്. ആദ്യം വാഴക്കുലകൾ തലയിൽ ഏന്തി ചുമടേന്തി നടക്കുന്ന വ്യക്തിയായി, അതിനുശേഷം വാർക്ക പണിക്ക് ഏർപ്പെട്ടു. 10ാം ക്ലാസ്സിൽ തോറ്റു. സഹോദരിയുടെ സഹായത്തോടുകൂടി അത് പാസ്സായി. അതിനുശേഷം ലോ കോളേജിൽ ചേർന്നു. ലോ കോളേജിൽ ചെന്നപ്പോഴും അവിടെ ചില സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് ലോ കോളേജിൽ നിന്ന് ഗുഡ് ബൈ പറയേണ്ടതായിട്ടുള്ള ഒരവസരം വന്നു. അവിടെ സ്വന്തം സ്വത്തും, അതായത് ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നു എന്ന് ബോധ്യം വന്നപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. വീണ്ടും അവിടെ നിന്ന് വീട്ടിൽ നിന്നും ആരോടും പറയാതെ 400 രൂപയുമായിട്ട് അദ്ദേഹം ചെന്നൈ എന്ന് പറയുന്ന ആ മഹാനഗരത്തിലേക്ക് എത്തപ്പെടുകയും അവിടെ ചെന്നിട്ട് ടെക്സ്റ്റൈലിൽ ജോലി ചെയ്യുക, പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുക, വീട്ടിൽ ജോലി ചെയ്യുക, വലിയ വലിയ സമ്പന്നരുടെ വീടുകളിൽ ജോലി ചെയ്യുക, അതുപോലെ തന്നെ മറ്റൊരു മറീന ബീച്ചിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ജോലികൾ ചെയ്ത് നടക്കുമ്പോൾ അദ്ദേഹം ഒരു സംവിധായകനാകുമോ എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാത്തിനും ഒരു ജീവിതത്തിനൊരു വഴിത്തിരിവുണ്ടാകുന്ന ചില നിമിഷങ്ങളായിരിക്കുമല്ലോ. അപ്പം അദ്ദേഹം റാം എന്ന് പറയുന്ന സംവിധായകന്റെ വീട്ടിൽ ജോലിക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴും മറ്റു തൊഴിലാളികളെ പോലെ ഒരു തൊഴിലാളി എന്നതിൽ കൂടുതൽ മറ്റൊന്നുമില്ല. പക്ഷെ അവിടെ ആണ് അദ്ദേഹത്തിന്റെ ജീവിതം. മാരി സെൽവരാജ് എന്ന് പറയുന്ന നാം അറിയുന്ന പ്രശസ്തനായ സംവിധായകന്റെ ഉദയം എന്ന് പറയുന്നത് അവിടെ നിന്നാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിനം അദ്ദേഹത്തിന്റെ സംവിധായകനായിട്ട് അദ്ദേഹത്തിന്റെ ബോസായിട്ടുള്ള റാം സാറ് റോട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഏതാനും നായകൾ, അതായത് പട്ടികൾ അദ്ദേഹത്തെ ആക്രമിക്കുകയും ആ കാഴ്ച കണ്ട മാരി സെൽവരാജ് എന്ന് പറയുന്ന അദ്ദേഹം ആ പട്ടികളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കുകയും അവിടെ നിന്നാണ് അവർ തമ്മിലുള്ള ഒരു സൗഹൃദം, അവർ തമ്മിലുള്ള യഥാർത്ഥത്തിലുള്ള ഒരു ബന്ധം ഉടലെടുക്കുന്നതും. മാരി സെൽവരാജിന്റെ ജീവിതകഥ അറിയുകയും അദ്ദേഹത്തിനെ റാം എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് കൂടെ കൂട്ടുകയും അവിടെ നിന്ന് സംവിധാന കല എന്താണ്, സംവിധാനം എന്താണ്, ഏതെല്ലാം വിഷയങ്ങളാണ് സംവിധാനം ചെയ്യാൻ എടുക്കേണ്ട, കഥകളായിട്ട് എടുക്കേണ്ടതെന്ന് അദ്ദേഹം തിരിച്ചറിയുകയും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും റാം എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹത്തോട് പറഞ്ഞു, സ്വന്തം ജീവിതം തന്നെയാണ് കഥയാക്കാൻ ഉത്തമമായിട്ടുള്ളത്, അല്ലെങ്കിൽ സിനിമ ആക്കാൻ ഉത്തമമായിട്ടുള്ള കഥ എന്ന തിരിച്ചറിവിൽ നിന്നാണ് വാഴ എന്ന് പറയുന്ന സിനിമ ജനിക്കുന്നതും. അതുപോലെ തന്നെ പരിയേരും പെരുമാൾ എന്ന് പറയുന്ന മറ്റൊരു സിനിമ, അതുപോലെ തന്നെ പരിയേരും പെരുമാൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു സ്വീകരണം ഏർപ്പെടുത്തുകയും അദ്ദേഹം എന്ന സംവിധായകനെ തിരിച്ചറിയുന്നു, അദ്ദേഹത്തിന്റെ പ്രശസ്തി തിരിച്ചറിയുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ അച്ഛനെ പഴയതുപോലെയുള്ള രീതിയിലേക്ക് അദ്ദേഹത്തെ കണക്ക് കൂട്ടുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് വീണ്ടും അടുത്ത സിനിമ മാമന്നൻ എന്ന് പറയുന്ന സിനിമയുടെ തീം, പ്രചോദനം എന്ന് പറയുന്നത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലേ, എത്രയോ പേര് ഇന്നും പലയിടത്തുമുണ്ട്. നമ്മൾ പറയുമ്പോൾ, അതായത് പുറത്ത് പറയുമ്പോൾ പലതും വലിയ വലിയ കാര്യങ്ങളായിട്ട് പറയും, അകമേ പലപ്പോഴും ഉള്ള ചില സത്യങ്ങളാണ്. ഇത് അദ്ദേഹത്തിന്റെ ഭാഷയാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്ന ഭാഷയാണ്. എനിക്ക് വായിച്ചറിഞ്ഞിട്ടുള്ളതാണ് ഞാൻ അത് പകർത്തുന്നത്. സോ ശരിക്കും പറഞ്ഞാൽ ഇത്തരം ആളുകളാണ് ശരിക്കും ജീവിതത്തിൽ നമുക്ക് നല്ല പ്രചോദനം. എല്ലാത്തിലും
അതിജീവനം. എന്ത് പ്രതിസന്ധികൾ മുന്നിൽ വന്നാൽ പോലും അത് തൊഴിലിടത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സ്വന്തം കുടുംബത്തിലാണെങ്കിലും സൗഹൃദങ്ങൾക്കിടയിൽ നിന്നാണെങ്കിലും ഇത്തരം ചില വാക്കുകളൊക്കെ നമ്മളെ വേദനിപ്പിക്കാറുണ്ട് ചില നിമിഷങ്ങളിൽ. ആ വേദന താങ്ങാവുന്നതിൽ അധികമായിട്ട് നമുക്ക് തോന്നുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ആകസ്മികമായിട്ട് നമ്മുടെ ജീവിതത്തോടൊക്കെ വിട പറയുന്നത്, അല്ലേ? അപ്പം ജീവിതത്തോട് സ്വയം വിട പറയുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാര മാർഗമല്ല എന്നുള്ളത് 100% സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ചില നിമിഷങ്ങൾ, അല്ലെ, ചില നിമിഷങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാറില്ല. അത്തരം വാചകങ്ങൾ, അത്തരം വാക്കുകൾ നമ്മൾ ഒരിടത്തും ഏതൊരു വേദിയിലാണെങ്കിലും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് സമൂഹത്തോട് നമ്മൾ ഓരോ വ്യക്തിയും ചെയ്യേണ്ടത്. അത് നമ്മൾ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന മുറിപ്പാടുകൾ ആജീവനാന്തകാലം, ഈവൻ നമ്മുടെ ജീവിതത്തിന് ശേഷം, വ്യക്തിയുടെ ജീവിതത്തിന് ശേഷം പോലും അത് നമുക്കൊരു വേദനയായിട്ട് നിലനിൽക്കും. തമാശയായിട്ടാണ് പോയെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ അത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. എല്ലാവർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അതാണല്ലോ നമ്മൾ എല്ലായിടത്തും പറഞ്ഞത്. അപ്പോൾ മാരി സെൽവരാജ് എന്ന് പറയുന്ന ആ ഒരു സംവിധായകനെ കുറിച്ച് ഇത്രയെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. അതിജീവനം. അതിജീവനം എന്ന് പറയുന്നത് അതൊരു തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിച്ചിട്ടില്ലെങ്കിൽ ചിന്തിച്ചോളൂ. ദ ഷോ മസ്റ്റ് ഗോ ഓൺ. അത് എവിടെയെങ്കിലും എഴുതി പ്രദർശിപ്പിക്കൂ. നിത്യേന എന്നോണം കണ്ടുകൊണ്ടിരിക്കൂ. ഒരു നിമിഷം മാനസിക പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സ്വന്തം കയ്യിലുള്ള എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ മൊബൈൽ ഫോൺ ഒന്ന് ഓണാക്കുക. അതിൻ്റെ ഹോം സ്ക്രീനിൽ ഇങ്ങനെ ഒരു വാചകം ഉണ്ടായിരിക്കട്ടെ: ദ ഷോ മസ്റ്റ് ഗോ ഓൺ. ഇതിന് ഇതുപോലെ ചിലര് ജന്മനാൽ തന്നെ ചില വൈകല്യങ്ങളുണ്ട്. അതിന് ഉദാഹരണമാണ് മറ്റൊരു വ്യക്തിയാണ്. നമ്മുടെ കേരളത്തിൽ LED ബൾബുകൾക്ക് ഇത്രത്തോളം പ്രചാരം ഉണ്ടാക്കി കൊടുത്ത, അത് നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു ജോൺസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനെ കുറിച്ച് വായിച്ചറിഞ്ഞതാണ്. ചില യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം നിങ്ങളൊന്ന് അറിയേണ്ടതാണ്. പക്ഷെ ആ വിൽ പവറാണ് അദ്ദേഹത്തിൻ്റെ വിൽ പവർ. അദ്ദേഹത്തിന് ശാരീരിക വൈകല്യം എന്ന് പറയുന്നത് അത്രത്തോളം അതികഠിനമായ ശാരീരിക വൈകല്യം അദ്ദേഹത്തിനുണ്ട്. അതൊന്നും ഞാനിത് ഇവിടെ ഇപ്പോൾ പറയുന്നില്ല, കാരണം അത് നമുക്ക് പലരും ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഇനി അറിഞ്ഞിട്ടില്ല എങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം വീഡിയോസ് ഉണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് വരെ ലഭിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിജീവനമാണ്. നമ്മളുടെ മുന്നിൽ ധാരാളം പ്രതിസന്ധികളുണ്ട്. അതിനെല്ലാത്തിനെയും ശ്രമിക്കുക, പരമാവധി ശ്രമിക്കുക. ശ്രമം നടന്നില്ലെങ്കിൽ അവിടെ വെച്ച് അതിൽ നിന്ന് മെല്ലെ ഒരു ഡൈവേർഷൻ എടുക്കുക. എന്നിട്ട് നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളിലൂടെ യാത്ര ചെയ്യുക. അങ്ങനെ അതിജീവനം സാധ്യമാകുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു, ഞാനും കേട്ടിട്ടുണ്ട്, ചില സമയങ്ങളിൽ, ചില അവസരങ്ങളിൽ മറ്റൊരു വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വ്യക്തി നമ്മളോടത് പറയുന്നതാണ് പലപ്പോഴും നമുക്ക് മുന്നോട്ട് നമ്മുടെ യാത്ര പ്രതീക്ഷയോടെ തുടർന്നു കൊണ്ടുപോകാൻ സാധ്യമാകുന്നത്. സോ മാരി സെൽവരാജ് എന്ന് പറയുന്ന ആ ഒരു സംവിധായകന്, അദ്ദേഹത്തിന് ഇനിയും നല്ല നല്ല ജീവിതഗന്ധിയായിട്ടുള്ള സിനിമകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.